ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യൻ, ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു. അപ്പോഴേ ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടല്ലോ, അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് എന്താ കേൾക്കട്ടെ, പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് മോനോട് ഓർപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒരു വലിയ അറിയപ്പെടുന്ന ആളോ ടി വിയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ആളൊന്നും അല്ല, ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മോനെ ദൈവത്തിൻ്റെ ആത്മാവ് മോനോട് പറയാൻ എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, എന്താ ദൈവാസനെ? ഇറങ്ങിത്തിരിച്ച കാലത്തിൽ എന്ന പോലെ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ ഇപ്പോൾ ഇല്ലെന്നും വളരെ കുറഞ്ഞിരിക്കുന്നെന്നും ആ ആദ്യത്തെ പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും മടങ്ങി വരണമെന്നും ദൈവം പറയുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ചങ്ക് പൊടിയുന്ന പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ആ സമയം കൂടുതലായി ദൈവസന്നിധിയിൽ ഇരിക്കാനും ധ്യാനിക്കാനും കണ്ടെത്തുന്ന നിലയിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടുന്നൊരു വിഷയമാണ് ജീവിതത്തിൽ ഒരിക്കലും എന്നെ അറിയാത്ത ഒരു ദൈവദാസനിലൂടെ എന്നോട് വന്ന് പറഞ്ഞത്. അതേസമയം അദ്ദേഹം എന്നോട് വന്നിട്ട് പറയുക, ഇതൊന്നുമല്ല, ഇനിയും വലിയൊരു വീട് കാണുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയും, പോയി വേറെ വല്ല പണിയും നോക്കുന്നു ഞാൻ പറയും. ഇതൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല. ഇഷ്ടമല്ലെന്ന് എപ്പം തലേ കൈ വെച്ചാലും പുള്ളി ഇത് കുറവേ എന്ത് ചെയ്യത്തുള്ളൂ പറയത്തുള്ളെന്ന്. അതുകൊണ്ട് എനിക്ക് പുള്ളിയെ വലിയ താല്പര്യം, നമുക്കും താല്പര്യമില്ല. നമുക്ക് ഈ എന്തെങ്കിലും നല്ലത് അങ്ങോട്ട് പറയുകയാണെങ്കിൽ, അടുത്ത മാസം 15-ാം തീയതി നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക മണ്ഡലങ്ങളിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകുന്ന ചില മേഖലകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഈ പുള്ളി അങ്ങനെയൊന്നും പറയൂലെന്നേ. നാളെ ഒരുത്തം ഫ്രണ്ടിലിരുന്ന ഒരു കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു വെളുത്ത കോട്ടും സിറിഞ്ചും ഞാൻ കാണുന്നു. ഉടനെ പിന്നെ യോഗം കഴിഞ്ഞപ്പം തന്തയും തള്ളയും കൂടെ പെൺകൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. എൻ്റെ കൊച്ചിനോടാ വെളുത്ത സിറിഞ്ചും കോട്ടും എന്താ? അപ്പം നേഴ്സ്. അപ്പം നേഴ്സാണോ? ഇവക്ക് താല്പര്യം. ദൈവാത്മാവ് പറയുന്നു സിറിഞ്ചും കോട്ടും. എന്നാൽ എവിടെ ആണെന്നും കൂടെ പാസ്റ്ററെ എന്തെങ്കിലും ദൂത് കിട്ടുമെന്നൊന്ന് പറ. ഉടനെ പുള്ളി വീണ്ടും 2 അന്യഭാഷ പറഞ്ഞിട്ട് പറഞ്ഞു, ബി ബാംഗ്ലൂർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, സിറിഞ്ച് കണ്ടാൽ തല ഇറങ്ങി വീഴുന്ന പെങ്കൊച്ചിനെ ദൂത് കേട്ടെന്ത് നേഴ്സിങ്ങിന് അയച്ചു. ഇത് കഥയല്ല, നേഴ്സിങ്ങിന് അയച്ചു. അവസാനം 4 വർഷം പഠിച്ച കൊച്ച് 8 നില പൊട്ടി. അവസാനം ആ കൊച്ച് സൂയിസൈഡ് ചെയ്യാൻ പോയി. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ദൈവാസന്മാർ ഇത് അറിഞ്ഞ് മരിക്കാൻ ചിന്തിച്ച് നടന്നപ്പോൾ ദൈവാസന്മാരെ അറിയിച്ച് 8-10 പാഷന്മാരായി ചെന്ന് കൊച്ചിനോട് സംസാരിച്ച്, 4 വർഷമല്ലേ പോൾ, ജീവിതമൊന്നും പോയില്ലല്ലോ, നീ നിൻ്റെ ഇഷ്ടപ്രകാരമുള്ള മേഖലയിലേക്ക് നീ പഠിക്കു കുഞ്ഞെന്ന് പറഞ്ഞ് അവളെ കൗൺസിലിംഗ് കൊടുത്ത് അവളെ ധൈര്യപ്പെടുത്തി അയച്ച് കൃപയാൽ ആ കുഞ്ഞ് ജീവനോടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ദൈവം പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കും. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. കണ്ടോ, അതാ നേരത്തെ പറഞ്ഞ വിവേചിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഈ നമ്മുടെ സഹോദരിമാർക്ക് ഈ പുകഴ്ത്തി പറയൊന്നുമല്ല, പൊങ്ങരുത്. നമ്മുടെ സഹോദരിമാർക്ക് വിവേചനവരം കൂടുതലാണ്. അത് സഭയിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സഹോദരന്മാർ ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്ന സത്യമാണല്ലോ എന്ന്. ഈ ചില പാസ്റ്റർമാരെ കാണുമ്പോഴേ, അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ, അല്ലെ നമ്മൾ അവരുടെ അടുക്ക പോകുമ്പോഴേ, അല്ലെ നമ്മൾ അവരുമായിട്ട് സഹകരിക്കുമ്പോഴേ, ചില സഹോദരിമാർ ഈ കെട്ടിയന്മാരോട് പറയും, അച്ഛാ എനിക്ക് പുള്ളിയെ കണ്ടിട്ട് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു ഉടായ്പ്. ചില സഹോദരിമാർ പറയും, ഭർത്താക്കന്മാരോട് പറയും. അന്നേരം ഈ ഭർത്താക്കന്മാർ, ചുമ്മാ ഇരുടി, ദൈവദാസന്മാരെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ദൈവദാസന്മാരെ കുറിച്ച് ഉണ്ടായിരുന്ന അവിടെ എന്ന് പറയും. കുറേ കാലം കഴിയുമ്പോൾ ഇവൻ ഉടായിപ്പാരുന്ന് വെളിപ്പെടുമ്പോൾ സഹോദരിമാർ പറയും, ഞാൻ അന്നേരം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കത്തില്ല മനുഷ്യ. സത്യമാണ്, ചില സഹോദരിമാർ കൃത്യമായിട്ട് പറയും. സ്തോത്രം, പൊങ്ങണ്ട. സഹോദരിമാർക്ക് അങ്ങനെ ഒത്തിരി നല്ല ക്വാളിറ്റി ഉണ്ട്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആദ്യം വെളിപ്പെട്ടത് ആർക്കാ? എന്നിട്ട് പോയി സുവിശേഷം പറയാൻ ഏൽപ്പിച്ചത് ആരെ? ആണിനെയോ പെണ്ണിനെയോ? പെണ്ണിനെ ഏൽപ്പിച്ചത്. കർത്താവിനറിയാം ഇവളെ ഏൽപ്പിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്ത് മൊത്തം. ആണുങ്ങളെ ഏൽപ്പിച്ചാൽ അത്രയ്ക്ക് ഉള്ളു, നടക്കുകയല്ല. കൃപയാത്. സുവിശേഷം പറയാനുള്ള കൃപ എത്ര വലുതാ. സുവിശേഷം പറഞ്ഞൊരു ആത്മാവിനെ ദൈവസഭയെ കൊണ്ടുവരുന്നതിനേക്കാളും വലിയ ശുശ്രൂഷ ഉണ്ടോ? അത് സൗര്യമാർക്ക് ചെയ്യാം. അത് നമുക്കത് പോരാ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അത് പോരാ. ഉപദേശിക്കണം, വിരൽ കൊണ്ട് ഉപദേശിക്കണം, നിന്നോട് ദൈവാത്മാ ഇങ്ങനെയൊക്കെ പറയണം.
പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ലൗകികമായതൊന്നും ദൈവാത്മാവിലുള്ള പ്രവചനമല്ല. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൂതും പരിശുദ്ധാത്മാവിലുള്ളതല്ല. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് കള്ളപ്രവചനമാണ്. അത് തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവ്വ അമ്മച്ചിയോട് ആദ്യം പറഞ്ഞ ദൂത് ജഡത്തെ സന്തോഷിപ്പിക്കുന്നത്, ഒന്ന്, നിങ്ങൾ മരിക്കയില്ല. മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആത്മാവാണോ ജഡമാണോ? പറ. രക്ഷിക്കപ്പെട്ടവൻ്റെ ആത്മാവ് മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ. രക്ഷിക്കപ്പെട്ടവൻ്റെ ആത്മാവ് ഈ ഭൗതികമായ കൂടാരമാകുന്ന ഭവനം വിട്ട് കർത്താവിനോട് ചേരാൻ വാഞ്ചയോടിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവൻ്റെ ആത്മാവ്. അപ്പം അതിനിത് പൊളിയണം. പക്ഷെ നീ മരിക്കത്തില്ല എന്ന് പറയുമ്പോൾ, അമ്മാമ്മ ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്ന ഞാൻ കാണുന്നു, സന്തോഷമല്ലേ? മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആത്മാവാണോ ജഡമാണോ? അപ്പം അമ്മാമ്മയോട് പറഞ്ഞു മരിക്കത്തില്ല. 2, കണ്ണ്. അമ്മച്ചിയോട് പറഞ്ഞു എന്തോ, നിങ്ങളുടെ കണ്ണ് തുറക്കും. അതിൻ്റെ ഒരു പരിഷ്കരിക്കപ്പെട്ട വെർഷനല്ലേ ഇപ്പം നടക്കുന്നത്. നിന്റെ കണ്ണിൻ്റെ മേൽ കർത്താവ് തൊടുകയാ അല്ലേ? പിന്നെ കണ്ണ്. പിന്നെ വേദനയുള്ള ഒരു വയറിൻ്റെ ഭാഗത്ത് കൈവെക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? കേട്ടിട്ടില്ലേ? വയറെ കൈവെക്ക്, കണ്ണെ കൈവെക്ക്, നെഞ്ച് വേദനയുള്ള ഒരു നെഞ്ചെ കൈവെക്ക്. എന്തിനാ? ഇതൊക്കെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതാ. ജഡത്തെ കാരണം ഇവർ ലോകക്കാരാകയാൽ അവർ പ്രവചിക്കുന്ന മൊത്തം ലോകകാര്യമാ. തണുപ്പുള്ളൊരു രാജ്യത്തേക്ക് ദൈവാത്മാവ് നിന്നെ അയക്കാൻ പോവുകയാണ്, മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക്. അപ്പൊ ഇതിനു മുമ്പ് അവിടെ പോയവരൊക്കെ ആരാ അയച്ചേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ ഞാൻ അയക്കും. സ്തോത്രം. കഥ ഈ ചോദ്യമില്ല, ഇങ്ങോട്ട് ചോദിക്കരുത്. സ്തോത്രം. അവിടെ ചെന്ന് യുദ്ധം ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ കെട്ടി പറക്കി നാട്ടിലോട്ട്. അന്നേരം പറയും ഞാൻ നിന്റെ നാട്ടിലേക്ക് അയക്കും. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ഈ പ്രവചനം കേൾക്കുന്നത് ആരാ? ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. രക്ഷിക്കപ്പെടാത്തവനെല്ലാം ജഡത്തിന്റെ പ്രവചനത്തിന്റെ പിന്നാലെ നടക്കും. നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും, അവിടെ പോകും, ഇവിടെ പോകും, അങ്ങനെ പോകും, ഇങ്ങനെ പോകും എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കാൻ കൊണ്ട് തല വെച്ചു കൊടുക്കുന്നത് ആരാ? ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. പാസ്റ്ററെ, നിങ്ങളെപ്പോലെ ഓരോ പാസ്റ്റർമാർ വരുന്നു, അവർ പ്രസംഗിക്കുന്നു, ചില ആളുകൾ പ്രവചിക്കുന്നു, ദൂത് പറയുന്നു. എല്ലാം പഠിച്ചു തികഞ്ഞ ബൈബിൾ പണ്ഡിതന്മാരൊന്നുമല്ല. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അല്പസമയം വചനം പഠിക്കാനോ ആരാധനയ്ക്കോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നത്. ഞങ്ങളിത് എങ്ങനെയാണ് ഇതിപ്പം ഈ പറയുന്ന ആൾ ദൈവാത്മാവിലാണോ പറയുന്നത്, അയാൾ സ്വന്തമായിട്ടാണോ പറയുന്നത്, ഇത് ഞങ്ങൾ എങ്ങനെയാ തിരിച്ചറിയുക എന്നുള്ളതിന് വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. കേൾക്കരുതെന്നും കൂടെ ബൈബിളിൽ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. കേൾക്കരുതെന്നും ഉണ്ടോ? ഉണ്ട്. കള്ളപ്രവാചകന്മാർ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്ന ടോപ്പിക്ക് കള്ളപ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിനാധാരമായി 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. അതിനുള്ള മാർഗം പറയുന്നു താഴോട്ട്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഒരു സിംറ്റംസ് അവിടെ പറഞ്ഞു. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള. അടുത്തത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതാരുടെ ആത്മാവാണ്? അത് എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഇനി അവരെ കുറിച്ച് പറയാം. അവരുടെ ലക്ഷണം എന്താന്ന് പറയാം, വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. അപ്പൊ ഇത് ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവ കുഞ്ഞുങ്ങളോടാ പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ, ആരാണ് ഈ അവര്? കള്ളപ്രവാചകന്മാരെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അടുത്ത വാക്ക്, അവർ ലൗകികന്മാർ. ഇവിടെയാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ഹൃദയപലകയെ കുറിച്ചുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. അവർ ലൗകികന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളവർ. അവർ ലോകത്തിലുള്ളവരാകയാൽ ലോകത്തിലുള്ളത് സംസാരിക്കുന്നു. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. രക്ഷിക്കപ്പെട്ടവനല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല, ലോകം അവരുടെ വാക്ക് എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അപ്പം ലൗകികമായത്, ഭൗമികമായത്, ലോകപ്രകാരമുള്ളതൊന്നും പ്രവചിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല. ദൈവത്തിന്റെ ആത്മാവ്
ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതുകളൊന്നും ദൈവാത്മാവിലുള്ളതല്ല. ശ്രദ്ധിക്കുക, ജഡത്തെ സന്തോഷിപ്പിക്കുന്നതൊന്നും ദൈവാത്മാവിലുള്ളതല്ല. വേദപുസ്തകത്തിലെ ഒരു പ്രവാചകനും ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞിട്ടില്ല. ഭൗതികമാകുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചുള്ള ദൂതുകളൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നില്ല. നിങ്ങൾക്കൊരു കാറ് കിട്ടുമെന്നൊരാൾ പ്രവചിച്ചാൽ ആ കാറ് നിങ്ങൾക്ക് കിട്ടിയാലും വീട് നിങ്ങൾക്ക് കിട്ടിയാലും ഇതുകൊണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല. ഇല്ല. അപ്പൊ ഇതിനെല്ലാം നമുക്ക് തെളിവ് വേണം വേദപുസ്തകത്തിൽ. തെളിവിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഒന്ന്, ലോകപ്രകാരമായ പ്രവചനങ്ങളൊന്നും ദൈവാത്മാവിൽ നിന്ന് വരുന്നില്ല. അടുത്ത വാക്ക്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങളുടെ വാക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്കിത് മനസ്സിലാകുകയില്ല. അപ്പം വ്യാജ പ്രവാചകന്മാർ അവർ ഇപ്പോൾ തന്നെ ലോകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചിന്തിച്ചു. എന്താണ്? പാസ്റ്ററെ, നിങ്ങളെപ്പോലെ ഓരോ പാസ്റ്റർമാർ വരുന്നു, അവർ പ്രസംഗിക്കുന്നു, ചില ആളുകൾ പ്രവചിക്കുന്നു, ദൂത് പറയുന്നു. എല്ലാം പഠിച്ചു തികഞ്ഞ ബൈബിൾ പണ്ഡിതന്മാരൊന്നുമല്ല. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അല്പസമയം വചനം പഠിക്കാനോ ആരാധനയ്ക്കോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നത്. ഞങ്ങളിത് എങ്ങനെയാണ് ഇതിപ്പം ഈ പറയുന്ന ആൾ ദൈവാത്മാവിലാണോ പറയുന്നത്, അയാൾ സ്വന്തമായിട്ടാണോ പറയുന്നത്, ഇത് ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതിന് വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 16 മുതലുള്ള വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വായിച്ചാട്ടെ. 23:16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. ഇയോടാ, കേൾക്കരുതെന്നും കൂടെ ബൈബിളിൽ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. കേൾക്കരുതെന്നും ഉണ്ടോ? ഉണ്ട്. കേൾക്കരുത്. എന്തുകൊണ്ട് കേൾക്കരുത്? വായിച്ചോ. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. അടുത്തത്, യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. നോക്കൂ, ദൈവം കൊടുത്തിട്ടല്ല, അവരുടെ മനസ്സിൽ തോന്നിയത് അവരെന്ത് ചെയ്യുന്നു? അവർ പറയുന്നു. ഇത് എത്രയോ കാലങ്ങളായി നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. സ്വന്തം ഹൃദയത്തിലെ ദർശനം അത്ര അവർ പ്രവചിക്കുന്നു. പക്ഷേ നമുക്കിത് എങ്ങനെ മനസ്സിലാകും? തിരിച്ചറിയാനുള്ളൊരു ഗുട്ടൻസ് പറഞ്ഞതാ. ഗുട്ടൻസ് ആണ് അടുത്ത വാക്യം പറയുന്നത്. വായിച്ചോ. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് വല്ലതും മനസ്സിലായോ? ഇപ്പൊ വായിച്ചത് മനസ്സിലായോ? ദൈവത്തെ നിരസിച്ച് നടക്കുന്നവരോട്, അഥവാ ദൈവകൃപയിൽ നിൽക്കാത്തവരോട്, സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കുന്നവരോട്, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവരോട്, ദൈവകൃപയിൽ നിലനിൽക്കാത്ത ആളുകളോട്, എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ച് ദൈവത്തെ നിരസിച്ച് നടക്കുന്ന ആളുകളോടും വരുന്ന പ്രവാചകന്മാരെ തലേ കൈവച്ചിട്ടെന്ന് പറയും. എന്ത് പറയും? നിങ്ങൾക്ക് സമാധാനം, ദൈവം നിന്നെ മാനിക്കാൻ പോവുക, അനുഗ്രഹിക്കാൻ പോവുക എന്നൊക്കെ തള്ളി വിടുമ്പോൾ ഓർക്കണം, ഇത് ദൈവത്തിന്റെ ആത്മാവല്ല. ഇനി ഒരു കാര്യം കൂടെ ദൈവമക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ശ്രദ്ധിച്ചേ. ഇപ്പൊ ഒരു വ്യക്തി, ജിജോ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ ജിജോ ഒരു നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്കും തോന്നുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ജിജോയുടെ തലയെ കൈവച്ചിട്ട്, ജിജോ നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും എല്ലാം ദൈവം കണ്ടിരിക്കുന്നു, ദൈവം നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണെന്നൊക്കെ ദൂത് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന സഭ ആമേൻ പറയും. കാരണം സഭയ്ക്ക് ജിജോയെ കണ്ടെടുത്തോളം നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് സഭ ആമേൻ പറയും. പക്ഷെ ജിജോ ആമേൻ പറയണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കാനായി പറയുന്നത്. ജിജോ ആമേൻ പറയണമെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ജിജോ ചിന്തിക്കണം, ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെല്ലാം കുരുത്തക്കേട് ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ഇവൻ എൻ്റെ തലയെ കൈവച്ച് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറയണമെങ്കിൽ ഇവൻ പക്ക കള്ളനല്ലേ എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? സഭയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും, കേൾക്കുന്ന മനസ്സിലേക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും, ആ ദൂത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരവർക്കറിയാം നമ്മൾ എന്താണെന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വ്യാജമാണോ അല്ലയോ എന്ന്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് ആര്? യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ദൈവാത്മാവ് പറയുന്നു എന്നാണ് അങ്ങോട്ട് പറയുന്നത്. അടുത്ത വാക്ക്, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയും. നമുക്കതാ ഇഷ്ടം. ദോഷം പ്രവചിക്കുന്നത് നമുക്കിഷ്ടമാണോ? നമുക്കിഷ്ടമല്ല.
നമുക്കെന്താണ്? സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം എന്ന് വെച്ചാൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് നിർബന്ധ ബുദ്ധിക്ക് ജീവിക്കുന്നവരോടും ഈ പ്രവാചകന്മാരെന്ത് പറയും? നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. ഇതാണ് ഒരു തെളിവ്, ഒരു സിംറ്റം, തെളിവ് ഇതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ എങ്ങനെ പറയും പാസ്റ്ററെ? 22-ാം വാക്യം 22 അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ, അവർ അഥവാ പ്രവാചകന്മാർ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ. അപ്പൊ ദൈവത്തിന് ആലോചനാ സഭയുണ്ട്, ദൈവത്തിന്റെ പ്രവാചകന്മാരുണ്ട്. പ്രവചനമില്ലെന്നോ പ്രവാചകനില്ലെന്നോ അല്ല നമ്മുടെ പഠനം. ശ്രദ്ധിക്കണം, വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട എല്ലാ കൃപാവര ശുശ്രൂഷകളും ദൈവമുള്ള കാലത്തോളം ചെയ്യാൻ ദൈവം മതിയായവനാണ്. അതിനെ നമ്മൾ എതിർക്കുന്നില്ല, പ്രവചനത്തെ നമ്മൾ തുച്ഛീകരിക്കുന്നില്ല. നമ്മൾ വേദപുസ്തക പ്രകാരം വചനപ്രകാരമുള്ളത് ശോധന ചെയ്ത് മുറുകെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നു, അവർ എൻ്റെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ആശ പറയുക, ഒരുപക്ഷെ അവർ എൻ്റെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? വായിക്കാം. എന്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച്. ഒന്ന് ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ അവൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനായിരിക്കും? പറ. ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. വചനത്തിൽ നിന്നാണ് സകല പ്രവചനങ്ങളും വരേണ്ടത്. പ്രവചനത്തിന്റെ പ്രാ വെട്ടിക്കളഞ്ഞാൽ പിന്നുള്ളത് വചനമാണ്. വചനത്തിൽ നിന്നാണ് സകല ദൂതുകളും വരേണ്ടത്. വചനമല്ലാത്തൊരു ദൂതുമില്ല. അപ്പോ അവർ എൻ്റെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച്. അടുത്തത്, അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ നീ വേണ്ടാത്ത വഴി നടക്കുന്ന വഴികളിൽ നിന്നും ദോഷപരമായ പ്രവൃത്തികളിൽ നിന്നും നിന്നെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുന്നതാണ് ദൈവത്തിന്റെ പ്രവാചകന്റെ ഉദ്ദേശം. മനസ്സിലായോ? ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പോയിന്റ് ഇങ്ങനെ പറയാം, നിന്നെ ലോകത്തോട് അടുപ്പിക്കുന്നതല്ല ദൈവത്തിന്റെ പ്രവചനം, നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവചനം. ലോകത്തോട് അടുപ്പിക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഭൗതിക അനുഗ്രഹം കിട്ടാൻ എന്തൊക്കെ ഡിമാൻഡുകളാണ് ദൈവം വെച്ചിരിക്കുന്നത്? ഒരു ഡിമാൻഡും ഇല്ല. ഒറ്റ വാക്യം മനസ്സിലങ്ങ് കുറിച്ചോ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. അതങ്ങ് വെച്ചോ. അല്ലാതെ നിനക്ക് ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണോ, അത് കിട്ടണോ, ഇങ്ങനൊന്നും വേദപുസ്തകത്തിലില്ല. നേരെ ദൈവകൃപയിൽ ജീവിച്ച് നേരെ നടന്നാൽ ഈ ഭൂതലത്തിൽ ജീവിക്കാൻ ആവശ്യമായ നന്മ വേണ്ടുന്നത് ദൈവം തരും. ഒരു നന്മയ്ക്കും കുറവില്ലാതെ സ്വർഗം പോറ്റിക്കൊള്ളും. അതിന് കർത്താവ് തന്നെ പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ ശേഖരിക്കൊന്നുമില്ല, എങ്കിലും പിതാവ് അതിനെ പോറ്റും. അതിനേക്കാൾ എത്ര പ്രിയപ്പെട്ടതാണ് ജീവനെ തന്ന് വീണ്ടെടുത്ത ദൈവമക്കൾ. നമ്മളെ കർത്താവ് നമ്മളെ പൊന്നുപോലെ നോക്കും. എനിക്കത് ഒന്നുകൂടി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 23 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ ഏതാണ്ട് 17-ാമത്തെ വർഷമായി ശുശ്രൂഷയിൽ. ഈ 17 വർഷമായി ഞാൻ ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങനെ ഇച്ചിരൂടെ കട്ടി കൂടിയിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ പ്രസംഗിച്ചിട്ടും എന്താണ്, തെരുവിൽ കവലയിൽ പ്രസംഗിച്ചിട്ടും ഈ 23 വർഷം എന്നെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പൊന്നുപോലെ നോക്കിയ ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നിനും കുറവ് വരുത്താതെ ദൈവം നോക്കി. മനസ്സിലായോ? ഇങ്ങനെ പ്രസംഗിക്കാൻ എന്നോട് പാസ്റ്റർമാർ പറയും, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ വേദി അധികം കിട്ടത്തില്ല. ശരിയാണ്, വേദി കിട്ടാൻ വേണ്ടി അല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രസംഗിച്ചാൽ മതി, ബാക്കി ദൈവം നോക്കിക്കോളും. വേദി കിട്ടാനാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും അമേരിക്കയിൽ ആദ്യമായിട്ട് ഞാൻ പോയിട്ട് തിരിച്ച് വന്നപ്പം എന്നോടൊരു പാസ്റ്റർ നേരെ അങ്ങ് പറഞ്ഞു, നിങ്ങൾ വെറും മണ്ടനാന്ന് പറഞ്ഞു. കിട്ടിയോ ഒരു ചാൻസ് എന്ത് ചെയ്തു? അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, വല്ല കാര്യമുണ്ടോ, വല്ലവരും വല്ലതും തരുന്നതും കൂടെ ഇല്ലാതാക്കിയിട്ട് പോരേണ്ട വല്ല കാര്യമുണ്ടോ, മണ്ടനാണെന്ന് പറഞ്ഞു. ഉള്ളതും കൂടെ നഷ്ടപ്പെടുത്തുന്ന മണ്ടനല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ ഒരു മരമണ്ടനെ കാണാം, പൗലോസ് എന്നാണ് പേര്. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ട് ഈ പുസ്തകം നിമിത്തം ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഭൂമിയിൽ നിന്ന് ടാറ്റ പറയുമ്പോൾ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ഭൂമിയിൽ നിന്ന് ടാറ്റ പറഞ്ഞ പൗലോസ് മരമണ്ടൻ അല്ലേ? നമ്മളൊരു പുതപ്പ് പോലും ഇല്ലാതെ ഇറങ്ങിയിട്ട് ഇന്ന് വേണ്ടുന്നതെല്ലാം നമുക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊന്നും മണ്ടത്തരമൊന്നുമല്ല. ഒന്നുകിൽ പൗലോസ് പറഞ്ഞു, പൗലോസ് ഒരിക്കൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കി. എപ്പോഴാണെന്നറിയാമോ? യെരുശലേമിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം കൂടെ പൗലോസിനോട് പറഞ്ഞു, പൗലോസെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നീ മോശയ്ക്ക് വിരോധമായിട്ട് പഠിപ്പിക്കുന്നു എന്നൊക്കെ നിന്നെക്കുറിച്ചൊരു ധാരണ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഇത് കേട്ടപ്പം പൗലോസ് പറഞ്ഞപ്പോൾ ന്യായപ്രമാണം കൽപ്പിക്കുന്ന തലമുണ്ടനം ചെയ്യുന്ന പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പൗലോസ് അവിടെ എന്ത് ചെയ്തു?
അത് ചെയ്തു. അധ്യായം പഠിച്ചു വരുമ്പോൾ സാധാരണ കിട്ടുന്നതിലും കൂടുതൽ അടി പിന്നെയാണ് കിട്ടിയത്. അതിനുശേഷം ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പം പുള്ളി എഴുതി വെച്ചെന്താണെന്നറിയോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കുന്നുവോ എങ്കിൽ എനിക്ക് ഒരു നാളും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന്. അടി കിട്ടിയപ്പോൾ പഠിച്ചു. ഇപ്പം മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു ഭൗതിക നന്മയോ നേട്ടങ്ങളോ നമ്മൾ ഉണ്ടാക്കിയാലും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന നമ്മൾ നാളെ രാവിലെ ആ നന്മ അനുഭവിക്കുന്ന എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രസാദിപ്പിക്കാൻ ആരേ ഉള്ളൂ? ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം ഒറ്റ വാക്യത്തിൽ ചുരുട്ടിക്കുട്ടി പറഞ്ഞത്, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കിയില്ല. ഇനി എന്തെങ്കിലും മുടങ്ങുന്നെങ്കിൽ എന്തായിരിക്കും കാരണം? നിങ്ങൾ പറ. ഞാൻ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ പ്രകാരം എവിടെയൊക്കെയോ സൂത്രങ്ങൾ ഉണ്ട്, അതങ്ങ് കളഞ്ഞാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല, അതങ്ങ് കളഞ്ഞാൽ മതി. അതിനിപ്പോൾ ആരും തലയെ കൈ വെച്ച് ദൂതൊന്നും പറയണ്ട, അതങ്ങ് കളഞ്ഞാൽ മതി. സൂത്രം കളഞ്ഞാൽ മതി. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചോളും. കുറവും കുറ്റവും ഇല്ലാത്ത മനുഷ്യന്മാരാരും ഇല്ലല്ലോ, നമ്മളാരും ദൂതന്മാരൊന്നും അല്ലല്ലോ. നമ്മൾ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ടങ്ങ് ജീവിക്കുക, മനസ്സ് പുതുക്കുക, അനുദിനം രൂപാന്തരപ്പെടുക, കൂടുതൽ ദൈവത്തോട് അടുക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. അതേസമയം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവം നമ്മുടെ അടുക്കൽ അയക്കുന്നെങ്കിൽ നമ്മൾ ലോകത്തോട് ചാഞ്ഞു പോകാതെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ തക്കവണ്ണമുള്ള ആലോചനകളുമായിട്ടാണ് ദൈവം തൻ്റെ ദാസന്മാരെ നമ്മുടെ അടുക്കൽ അയക്കുന്നത്. ഇത് പഴയ നിയമമാണ് എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഈ പഴയ നിയമത്തിലെ ഈ തിരുവചനത്തെ ഉറപ്പിക്കുന്ന ഒരു ഇണവാക്യം പുതിയ നിയമത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ ആത്മവരമില്ലാത്തവനോ അവിശ്വാസിയോ അകത്തു വന്നാൽ അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടുകയും അങ്ങനെ അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വരികയും അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീഴുകയും ചെയ്യും എന്നാണ്. അപ്പോൾ പുതിയ നിയമത്തിലും പ്രവാചകന്റെ ലക്ഷ്യം എന്താണ്? ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുക, ആ വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് പ്രവചനത്തിൻ്റെ ഉദ്ദേശം പുതിയ നിയമസഭയിൽ. ബാക്കി പുതിയ നിയമത്തിലെ മറ്റ് പ്രവാചകൻ വേറെ എന്തെങ്കിലും ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. തൽക്കാലം നമ്മളൊന്ന് ഒരു അടുക്കായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി ദൈവം നമുക്കൊരു തെളിവ് തന്നു. ജഡത്തെ സന്തോഷിപ്പിക്കുന്നതല്ല, നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നതാണ് ദൈവാത്മാവിലുള്ള പ്രവചനം. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകന്മാർ വരുന്നു, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ വരുന്നു, അദ്ദേഹം പ്രവചന ശുശ്രൂഷ ചെയ്യുമെന്ന് കണ്ടാൽ ഉടനെ നമ്മൾ എതിർക്കുകയൊന്നും വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ഓർമ്മയുടെ മണ്ഡലത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ, എൻ്റെ ഓർമ്മയുടെ മണ്ഡലത്തിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളെ എന്നോട് സംസാരിക്കണമേ. എൻ്റെ കുറവുകൾ എനിക്ക് ബോധ്യം വരുത്തി തരണമേ. എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യൻ, ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു. അപ്പോഴേ ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടല്ലോ, അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് എന്താ കേൾക്കട്ടെ, പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് മോനോട് ഓർപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒരു വലിയ അറിയപ്പെടുന്ന ആളോ ടി വിയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ആളൊന്നും അല്ല, ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മോനെ, ദൈവത്തിൻ്റെ ആത്മാവ് മോനോട് പറയാൻ എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, എന്താ ദൈവാസനെ? ഇറങ്ങിത്തിരിച്ച കാലത്തിൽ എന്ന പോലെ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ ഇപ്പോൾ ഇല്ലെന്നും വളരെ കുറഞ്ഞിരിക്കുന്നെന്നും ആ ആദ്യത്തെ പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും മടങ്ങി വരണമെന്നും ദൈവം പറയുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ചങ്ക് പൊടിയുന്ന പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, ദൈവദാസനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ആ സമയം കൂടുതലായി ദൈവസന്നിധിയിൽ ഇരിക്കാനും ധ്യാനിക്കാനും കണ്ടെത്തുന്ന നിലയിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടുന്നൊരു വിഷയമാണ് ജീവിതത്തിൽ ഒരിക്കലും എന്നെ അറിയാത്ത ഒരു ദേവദാസനിലൂടെ എന്നോട് വന്ന് പറഞ്ഞത്. അതേസമയം അദ്ദേഹം എന്നോട് വന്നിട്ട് പറയുക, ഇതൊന്നുമല്ല, ഇനിയും വലിയൊരു വീട് കാണുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയും, പോയി വേറെ വല്ല പണിയും നോക്കുന്നു ഞാൻ പറയും. ഇതൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല. പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, എൻ്റെ കുറവുകൾ. അത് സൺഡേ ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിലൂടെ ആയാലും വേണ്ടില്ല, കഴുതേക്കൂടെ ആയാലും ബിലയാമിനോട് സംസാരിച്ച ദൈവമല്ലേ, ഒരു കുഞ്ഞിലൂടെ ആയാലും വേണ്ടില്ല, എൻ്റെ ഓർമ്മയുടെ മണ്ഡലത്തിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്നെ കാണിച്ചു തരണം, എന്നെ ബോധ്യം വരുത്തണം. എനിക്ക് ഇനിയും ദൈവത്തോട് അടുക്കാൻ, ഞാൻ മനുഷ്യനല്ലേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടാകും, അതെനിക്ക് ബോധ്യം വരുത്തി എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കണം. പ്രവാചകൻ്റെ ലക്ഷ്യം അതാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം വിരൽ ചൂണ്ടി പ്രവചിച്ചത് വേഷത്തിൽ മനുഷ്യനായി വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ പ്രവചനം 95% പ്രവചനവും പോയത് എന്തിനെക്കുറിച്ചാണ്? വരുവാനുള്ള മശിഹയെക്കുറിച്ചും മശിഹ മൂലമുള്ള രക്ഷയെക്കുറിച്ചും ജനത്തിൻ്റെ പാപമോചനത്തെക്കുറിച്ചുമാണ്. അവരെല്ലാം പ്രവചിച്ചത് കർത്താവിൻ്റെ വരവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പഴയ നിയമത്തിലെ പ്രവചനം. പോട്ടെ, ഇനി അല്ലാതെ പ്രവചിച്ച പ്രവചനം പഴയ നിയമങ്ങളിൽ ഉണ്ട്. നമുക്ക്
ഒരു തെളിവിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരാം. വേഗം വന്നിട്ട് 2 ദിനവൃത്താന്തം 18. ഇപ്പം ഈ ഇരമ്യാവിൽ വായിച്ച വേദഭാഗം ശരിവെക്കുന്ന ഒരു തെളിവാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. വായിച്ചാട്ടെ. 18:4 മുതൽ വായിച്ചു. 18:4. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ശ്രദ്ധിച്ചോണം, 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകണോ പോകാതിരിക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിനവർ പുറപ്പെടുക, ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? 400 പ്രവാചകന്മാര് പറഞ്ഞു, രാജാവ് ധൈര്യമായിട്ട് യുദ്ധത്തിന് പോക്കോ, ജയിച്ച് തിരിച്ചു വരും, അടിപൊളി, ദൈവം കൂടുണ്ട്, വിട്ടോളാൻ പറഞ്ഞു. അടുത്ത വാക്ക്. എന്നാൽ യഹോശഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അടുത്ത വാക്ക്. അതിന് ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെ കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്കവന് അതിനാ നിർത്തിയേ. ആരാ വായിച്ചേ? വായിക്കാം അങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് അവന് മൈക്ക് ഓഫ് ആയോ? ഇല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമില്ല. അത് എല്ലാരും കേൾക്കാൻ വേണ്ടി അത് വായിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവന് ഇഷ്ടമല്ലെന്ന്. എപ്പം തലേ കൈ വെച്ചാലും പുള്ളി കുറവേ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളെന്ന്. അതുകൊണ്ട് എനിക്ക് പുള്ളിയെ വലിയ താല്പര്യം, നമുക്കും താല്പര്യമില്ല. നമുക്ക് ഈ എന്തെങ്കിലും നല്ലത് അങ്ങോട്ട് പറയുകയാണെങ്കിൽ അടുത്ത മാസം 15-ാം തീയതി നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക മണ്ഡലങ്ങളിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകുന്ന ചില മേഖലകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ ഈ പുള്ളി അങ്ങനെയൊന്നും പറയൂലെന്നേ. ഈ 400 എണ്ണം വന്നിട്ട് രാജാവ് യുദ്ധത്തിന് പോക്കോ, ജയിച്ച് നല്ല പടക്കമൊക്കെ പൊട്ടിച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ മാത്രം പുള്ളി, അവൻ എപ്പോഴും ദോഷമേ സംസാരിക്കത്തുള്ളൂ. അവന്റെ പേരെന്താ? വായിച്ചേ. അവൻ ഇമ്ലയുടെ മകനായ മിഖയാവെന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അപ്പൊ യഹോശഫാത്ത് പറഞ്ഞു, അങ്ങനൊന്നും പറയാം, കാരണം പുള്ളിക്ക് അറിയാം ദൈവത്തിന്റെ പ്രവാചകൻ ആരാന്ന്. പക്ഷെ രാജാവ് മുമ്പിൽ നിൽക്കുന്നത്, അതുകൊണ്ട് നൈസായിട്ട് പറഞ്ഞു, അങ്ങനെ പറയല്ലേ. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു, ഇമ്ലയുടെ മകനായ മിഖയാവെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിക്കൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത് താന്താന്റെ സിംഹാസനത്തിൽ ഇരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. എത്ര പേരാ? 400 പേര്. വായിച്ചു. കെനയനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, നീ ഇവ കൊണ്ട് അരാമ്യരെ അവർക്ക് ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നീ പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവം വല്ലതും പറഞ്ഞാണോ? ഉടനെ ഈ പുള്ളി കൊമ്പ് ഉണ്ടാക്കി, ഇരുമ്പ് കൊണ്ട് കൊമ്പ് വരെ പുള്ളി ഉണ്ടാക്കി. മനസ്സിലായോ? ഇതുപോലെ ചിലരുണ്ടാക്കുന്നത്. നാളെ ഒരുത്തം ഫ്രണ്ടിലിരുന്ന ഒരു കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു വെളുത്ത കോട്ടും സിറിഞ്ചും ഞാൻ കാണുന്നു. ഉടനെ പിന്നെ യോഗം കഴിഞ്ഞപ്പം തന്തയും തള്ളയും കൂടെ പെങ്കൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. എൻ്റെ കൊച്ചിനോടാ വെളുത്ത സിറിഞ്ചും കോട്ടും എന്താ? അപ്പം നേഴ്സ്. അപ്പം നേഴ്സാണോ? ഇവക്ക് താല്പര്യം, ദൈവാത്മാവ് പറയുന്നു സിറിഞ്ചും കോട്ടും. എന്നാൽ എവിടെ ആണെന്നും കൂടെ പാസ്റ്ററെ എന്തെങ്കിലും ദൂത് കിട്ടുമെന്നൊന്ന് പറ. ഉടനെ പുള്ളി വീണ്ടും 2 അന്യഭാഷ പറഞ്ഞിട്ട് പറഞ്ഞു, ബി ബാംഗ്ലൂർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, സിറിഞ്ച് കണ്ടാൽ തല ഇറങ്ങി വീഴുന്ന പെങ്കൊച്ചിനെ ദൂത് കേട്ടെന്ത് ചെയ്തു? നേഴ്സിങ്ങിന് അയച്ചു. ഇത് കഥയല്ല, നേഴ്സിങ്ങിന് അയച്ചു. അവസാനം 4 വർഷം പഠിച്ച കൊച്ച് 8 നില പൊട്ടി. അവസാനം ആ കൊച്ച് സൂയിസൈഡ് ചെയ്യാൻ പോയി. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ദൈവാസന്മാരിത് അറിഞ്ഞ് മരിക്കാൻ ചിന്തിച്ച് നടന്നപ്പോൾ ദൈവാസന്മാരെ അറിയിച്ച് 8-10 പാഷന്മാരായി ചെന്ന് കൊച്ചിനോട് സംസാരിച്ച്, 4 വർഷമല്ലേ പോൾ, ജീവിതമൊന്നും പോയില്ലല്ലോ, നീ നിൻ്റെ ഇഷ്ടപ്രകാരമുള്ള മേഖലയിലേക്ക് നീ പഠിക്കു കുഞ്ഞെന്ന് പറഞ്ഞ് അവളെ കൗൺസിലിംഗ് കൊടുത്ത് അവളെ ധൈര്യപ്പെടുത്തി അയച്ച് കൃപയാൽ ആ കുഞ്ഞ് ജീവനോടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ദൈവം പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കും. ഇപ്പം ഇവൻ ഇരുമ്പും കൊമ്പും ഉണ്ടാക്കി.